കേരളം ഇന്ന് കടന്നുപോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് സംസ്ഥാന ഖജനാവ് സുരക്ഷിതമാണെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥയില്ലെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിരന്തരം അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളുടെ അന്തർധാര പരിശോധിക്കുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പാടുപെടുന്ന കേരള വാട്ടർ അതോറിറ്റിയെ ഒരു മറയാക്കി കോടിക്കണക്കിന് രൂപ വായ്പയെടുത്ത് ഖജനാവ് വീർപ്പിക്കുന്ന അപകടകരമായ കളിയാണ് സർക്കാർ കളിക്കുന്നത്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൊണ്ടോ കേന്ദ്ര വിഹിതം കൊണ്ടോ അല്ല ഇന്ന് ഖജനാവ് നിലനിൽക്കുന്നത്. മറിച്ച് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരിൽ എടുക്കുന്ന വായ്പകൾ വകമാറ്റിയാണ് സർക്കാർ ദൈനംദിന ചെലവുകൾ നടത്തുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വാട്ടർ അതോറിറ്റി നബാർഡിൽ നിന്ന് എടുത്ത വായ്പ. ജലജീവൻ മിഷൻ പദ്ധതികൾക്കായി അനുവദിച്ച വായ്പയുടെ രണ്ടാം ഗഡുവായ 4000 കോടി ഖജനാവിൽ എത്തിയതോടെയാണ് സർക്കാർ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഈ തുക വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശികകൾ തീർക്കാനും കരാറുകാർക്ക് പണം നൽകാനും ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ഈ തുക കൈവശം വെച്ചുകൊണ്ട് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് ധനവകുപ്പ് ചെയ്യുന്നത്. നേരത്തെ എടുത്ത 5000 കോടി രൂപയിൽ 3000 കോടി മാത്രമാണ് അതോറിറ്റിക്ക് നൽകിയത്. ബാക്കി 2000 കോടിയും ഇപ്പോൾ ലഭിച്ച 4000 കോടിയും ചേർത്ത് ആകെ 6000 കോടി രൂപ സർക്കാർ സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. നിലവിൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ് കേരള വാട്ടർ അതോറിറ്റി. പ്രതിമാസം ശരാശരി 22 കോടി രൂപയുടെ നഷ്ടത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് സർക്കാർ നിർദ്ദേശപ്രകാരം നബാർഡിൽ നിന്ന് വൻതുക വായ്പ എടുക്കാൻ അതോറിറ്റി നിർബന്ധിതമായത്. വായ്പ എടുത്ത തുകയുടെ പലിശ തിരിച്ചടക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. 3 മാസം കൂടുമ്പോൾ പലിശ അടയ്ക്കണം. ഏപ്രിൽ 1 മുതൽ ആദ്യ ഗഡു പലിശയായി 92.56 കോടി രൂപ നൽകേണ്ടി വരും. വരുമാനമില്ലാത്ത ഒരു സ്ഥാപനം എങ്ങനെ ഈ ഭീമമായ തുക കണ്ടെത്തുമെന്ന ചോദ്യത്തിന് സർക്കാരിന്റെ പക്കൽ മറുപടിയില്ല. 21.7 ലക്ഷം പുതിയ കണക്ഷനുകൾ നൽകി എന്നത് വലിയ നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും അതിൽ നിന്നുള്ള വരുമാനം തുച്ഛമാണ്. പ്രതിമാസം 8 കോടി രൂപയിൽ താഴെ മാത്രമാണ് ഈ കണക്ഷനുകളിൽ നിന്നുള്ള വരുമാനം. പലിശയായി മാത്രം 90 കോടിയിലധികം രൂപ നൽകേണ്ടി വരുമ്പോൾ ഈ വരുമാനം കടലിൽ കായം കലക്കുന്നത് പോലെയാണ്. പലിശ തിരിച്ചടവ് മുടങ്ങിയാൽ നബാർഡ് കടുത്ത നടപടികളിലേക്കും നീങ്ങും. ഇത് ജീവനക്കാരുടെ ശമ്പളത്തെയും പെൻഷനെയും നേരിട്ട് ബാധിക്കും. സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും വരും മാസങ്ങളിൽ തടസ്സപ്പെട്ടേക്കാം. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ആയിരക്കണക്കിന് കരാറുകാരാണ് സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നത്. ഇവർക്ക് നൽകാനുള്ള കുടിശ്ശിക മാത്രം 7051 കോടി രൂപയാണ്. ഇതിനു പുറമെ പൈപ്പുകൾ ഇടുന്നതിനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ 1850 കോടി രൂപ അടിയന്തരമായി വേണമെന്ന് വാട്ടർ അതോറിറ്റി MD സർക്കാരിന് കത്തെഴുതിയിരുന്നു. ഈ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് 4000 കോടി രൂപ കടമെടുക്കാൻ സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ വായ്പ ലഭിച്ചിട്ടും കരാറുകാർക്ക് പണം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. വായ്പ എടുത്ത തുക ഖജനാവിൽ തന്നെ ഇരിക്കുന്നത് വിതരണക്കാരെയും ചെറുകിട കരാറുകാരെയും ആത്മഹത്യയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും പണികൾ പാതി വഴിയിൽ നിലച്ചിരുന്നു. 2 സാമ്പത്തിക വർഷങ്ങളായി എടുക്കേണ്ട 9000 കോടി രൂപയാണ് വെറും 6 മാസത്തെ ഇടവേളയിൽ സർക്കാർ എടുത്തു തീർത്തത്. ദീർഘവീക്ഷണമില്ലാത്ത ഈ നടപടി വലിയ അപകടമാണ് ക്ഷണിച്ചു വരുത്തുന്നത്. വായ്പ തിരിച്ചടയ്ക്കാൻ മറ്റൊരു വായ്പ എടുക്കുക എന്ന ഡെപ്റ്റ് ട്രാപ്പിലേക്ക് വാട്ടർ അതോറിറ്റി വീണു കഴിഞ്ഞു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ ബാധ്യത ആര് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ ആസ്തികൾ ഈ വായ്പയ്ക്കായി പണയപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാർ ഖജനാവിൽ പണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അതോറിറ്റിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള സാഹചര്യം നബാർഡിനുണ്ട്. ഇത് കേരളത്തിലെ പൊതുമരാമത്ത് മേഖലയും ജലവിതരണ സംവിധാനത്തെയും തകർക്കും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിലും പുറത്തും നടത്തുന്ന പ്രസ്താവനകൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണ്. കേരളം കടക്കണിയിലല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനായി ഉപയോഗിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പിഴിഞ്ഞെടുത്ത പണമാണെന്ന് അദ്ദേഹം മറച്ചുവെക്കുന്നു. കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയുടെ പേരിലെടുത്ത വായ്പകൾ കേന്ദ്ര നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് വാട്ടർ അതോറിറ്റിയെ സർക്കാർ ലക്ഷ്യം വെച്ചത്. ഈ 6000 കോടി രൂപ സർക്കാർ സ്വന്തം പോക്കറ്റിൽ വെച്ചിരിക്കുന്നത് എന്തിനാണ്? തിരഞ്ഞെടുപ്പ് വേളകളിൽ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനും മറ്റ് അനാവശ്യ ചിലവുകൾക്കും വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത്. ജലജീവൻ മിഷൻ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പേരിൽ വായ്പ എടുത്ത് സംസ്ഥാന സർക്കാർ വകമാറ്റി ചിലവഴിക്കുന്നത് ചട്ടലംഘനം കൂടിയാണ്. ഈ സാമ്പത്തിക തിരിമറിയുടെ ഇരകൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. വാട്ടർ അതോറിറ്റി തകരുന്നതോടെ കുടിവെള്ള വിതരണം താറുമാറാക്കും. വെള്ളക്കരം കുത്തനെ വർദ്ധിച്ച് ബാധിത ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം വരുത്തിയ വലിയ തോതിലുള്ള വെള്ളക്കരം വർധനവ് വരാനിരിക്കുന്ന വലിയ വർധനയുടെ സൂചന മാത്രമാണ്. മറുഭാഗത്ത് വായ്പ എടുത്ത തുക തിരികെ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ സംഘടനകൾ. KSRTC നേരിടുന്നത് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു തകർച്ചയിലേക്ക് വാട്ടർ അതോറിറ്റിയും നീങ്ങുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്നത് വായ്പകളുടെ മേൽ പണിതുയർത്തിയ ഒരു ചീട്ടുകൊട്ടാരമാണ്. വാട്ടർ അതോറിറ്റിയെ തകർത്ത് ഖജനാവ് നിറയ്ക്കുന്ന ഈ നടപടി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കരാറുകാർക്കുള്ള കുടിശ്ശിക നൽകാതെയും പലിശ തിരിച്ചടവിനുള്ള വരുമാനം ഉറപ്പാക്കാതെയും മുന്നോട്ട് പോകുന്ന സർക്കാർ നയം ആത്മഹത്യാപരമാണ്. ധനമന്ത്രിയുടെ അവകാശവാദങ്ങൾക്കപ്പുറം സംസ്ഥാനം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണെന്ന വസ്തുതയാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. കടം വാങ്ങിയ പണം ഖജനാവിൽ വെച്ച് സമ്പന്നത നടിക്കുന്ന ബാലഗോപാൽ മോഡൽ കേരളത്തെ വലിയൊരു ഗർത്തത്തിലേക്കാണ് നയിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം അവയെ വായ്പ എടുക്കാനുള്ള മെഷീനുകളായി കാണുന്ന ഈ സമീപനം
തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ലഭിക്കുക പൊള്ളയായ വാഗ്ദാനങ്ങളും തീർത്താൽ തീരാത്ത കടബാധ്യതകളും മാത്രമായിരിക്കും.